മലയാളികൾക്ക് യേശുദാസ് എന്നാൽ സംഗീതത്തിൻ്റെ മറ്റൊരു പര്യായമാണ്. ഗാനഗന്ധർവന്റെ 86-ാം പിറന്നാൾ കൂടിയാണ് ഈ മാസം. ഗാനഗന്ധർവന് ടോപ്പ് സിംഗർ കുരുന്നുകളുടെ സ്നേഹ സമ്മാനം. അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരുടെയും എലിസബത്തിൻ്റെയും 7 മക്കളിൽ രണ്ടാമനായി ഫോർട്ട് കൊച്ചിയിൽ ജനിച്ച യേശുദാസിനെ സംഗീതത്തിൻ്റെ വഴിയെ കൈപ്പിടിച്ച് നടത്തിയത് അച്ഛൻ തന്നെയായിരുന്നു. അച്ഛൻ പാടിക്കൊടുത്ത പാഠങ്ങൾ മനസ്സിൽ ധ്യാനിച്ച യേശുദാസ് 1949 9-ാം വയസ്സിൽ ആദ്യത്തെ കച്ചേരി അവതരിപ്പിച്ചു. എനിക്ക് കാഴ്ച കിട്ടിയാലേ ആദ്യം കണ്ടത് ദാസാണ്. പിന്നീട് തിരുവനന്തപുരത്തെ സ്വാതി തിരുനാൾ കോളേജ് ഓഫ് മ്യൂസിക്, തൃപ്പൂണിത്തറ RNV സംഗീത കോളേജ് എന്നിവിടങ്ങളിൽ നിന്നായി സംഗീത പഠനം. എന്നാൽ ഗാനഭൂഷണം പാസ്സായ ശേഷം ആകാശവാണി നടത്തിയ ശബ്ദ പരിശോധനയിൽ പങ്കെടുത്ത യേശുദാസ് അവിടെ പരാജയപ്പെട്ട ചരിത്രവുമുണ്ട്. ആ ശബ്ദം ശരിക്കും ഗന്ധർവന്റെ ശബ്ദം തന്നെയാണ്. ദാസേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 10-30 എപ്പിസോഡെങ്കിലും വേണ്ടി വരും മിനിമം. ഇതിനോടകം തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും യേശുദാസ് തൻ്റെ സ്വരമാധുര്യം അറിയിച്ചു. സിനിമയിൽ പിന്നണി ഗായകനായി യേശുദാസ് തുടക്കമിടുന്നത് KS ആന്റണി സംവിധാനം ചെയ്ത 1961 പുറത്തിറങ്ങിയ കാൽപ്പാടുകൾ എന്ന സിനിമയിൽ ജാതിഭേദം മതദ്വേഷം എന്ന് തുടങ്ങുന്ന ഗുരുദേവ കീർത്തനം ആലപിച്ചുകൊണ്ടാണ്. ഒരു പാട്ട് ഒരു ദിവസം വെച്ച് പഠിച്ചാൽ പോലും തീരില്ല. പിന്നീട് അദ്ദേഹത്തിന് ഒരു തിരിഞ്ഞുനോട്ടമുണ്ടായിട്ടില്ല. ഗാനഗന്ധർവൻ എന്ന് മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന മലയാളത്തിൻ്റെ സ്വന്തം ദാസേട്ടൻ ഇന്ത്യൻ പിന്നണി ഗാനരംഗത്തെ തന്നെ അതുല്യനായി ഇന്നും തുടരുന്നു. 2017 രാജ്യം പത്മവിഭൂഷണും 2002 പത്മഭൂഷണും 1973 പത്മശ്രീയും നൽകി ആദരിച്ചു. അതിമനോഹരമായ ഗാനങ്ങളുമായി എത്തി ഗാനഗന്ധർവന് സംഗീതാർച്ചന നടത്തുകയാണ് ടോപ്പ് സിംഗർ താരങ്ങളും.